തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ SFI യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിടാൻ CPM നിർദ്ദേശം. ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ചതടക്കമുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇത് നേരത്തെ ആ ഭിന്നശേഷിക്കാരനെ മർദ്ദിക്കുക, അത് പോലീസ് കേസെടുത്തിട്ടും പിന്നീട് തുടർ നടപടി ഉണ്ടാകാതിരിക്കുക, ആ കുട്ടിക്ക് തന്നെ മാധ്യമങ്ങളോട് വന്ന് അവിടെ നേരിട്ട ദുരനുഭവം തുറന്നു പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുക, മറ്റെന്തൊക്കെ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ CPM ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്? വിജയകുമാർ, ഒരാഴ്ച മുമ്പാണ് ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ SFIക്കാർ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ അവരുടെ യൂണിയൻ ഓഫീസായ അല്ലെങ്കിൽ ഇടിമുറി എന്നറിയപ്പെടുന്ന മുറിയിൽ വെച്ച് മർദ്ദിച്ച് അവശനാക്കിയത്. ഇത് വലിയ വിവാദമായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യൂണിവേഴ്സിറ്റി കോളേജിലെ SFIയുടെ യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിടാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ഭിന്നശേഷിക്കാരനെതിരായ അക്രമ സംഭവത്തിന് പിന്നാലെയും യൂണിവേഴ്സിറ്റി കോളേജ് കേന്ദ്രീകരിച്ചും മറ്റു ചില അക്രമങ്ങൾ കൂടി അരങ്ങേറി. അവിടെ വിദ്യാർത്ഥിനിക്കും ഒപ്പം തന്നെ മറ്റ് ചില വിദ്യാർത്ഥികൾക്കുമൊക്കെ സമാനമായ അനുഭവങ്ങൾ നേരിടേണ്ടി വന്ന പരാതി ഉയർന്നത്. ഇത്തരം പരാതികളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ SFIയുടെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിടാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. SFI സംസ്ഥാന കമ്മിറ്റിയാണ് ഈ തീരുമാനം നടപ്പിലാക്കേണ്ടത് ജില്ലാ കമ്മിറ്റി വഴി. SFI CPMന് കീഴിലുള്ള വർഗബഹുജന സംഘടനകളിൽ ഒരു സംഘടന മാത്രമാണ്. SFIയിലെ പാർട്ടി അംഗങ്ങളെ ഉപയോഗിച്ച് വേണം ഈ തീരുമാനം നടപ്പിലാക്കാൻ. എന്തായാലും CPMന് ജില്ലാ സമ്മേളനം വരികയാണ്. ജില്ലാ സമ്മേളനത്തിലടക്കം SFIയുടെ ഈ നടപടിക്കെതിരെ ശക്തമായ വിമർശനത്തിന് സാധ്യതയുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ട് നിരന്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്ന യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിടാനുള്ള നിർദ്ദേശം നൽകിയത്. വിജയകുമാർ. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ SFI യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിടാൻ CPM നിർദ്ദേശം നൽകി. സമീപകാലത്തുണ്ടായ പല സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പാർട്ടി ഈ തീരുമാനം എടുക്കുന്നത്. നേരത്തെ CPMനെ തന്നെ ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ SFI പ്രവർത്തകർ പ്രതിരോധത്തിലാക്കുന്നുണ്ട് എന്ന വിമർശനം പാർട്ടി വേദികളിലൊക്കെ ഉയർന്നിരുന്നു. സമ്മേളന കാലമാണ്, അവിടെയും ചർച്ച ഉണ്ടാകും. അതൊക്കെ ഒഴിവാക്കാൻ കൂടിയുള്ള നീക്കമാണ് എന്ന് സംശയിക്കുന്നു. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.